ഹലോ എവരി വൺ. നമ്മൾ പവർ ബിയിൽ ഒരു മന്ത്ലി സെയിൽസ് ട്രെൻഡ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഇതിൻ്റെ എക്സാക്സിസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, മന്ത് നെയിമിൽ സോർട്ട് ചെയ്യില്ല. പക്ഷേ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ഗ്രാഫ് സോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക ബേസ്ഡ് ഓൺ സെയിൽസ് എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക നമുക്ക്. സോ വാട്ട് വി ഡു, നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഞാൻ എന്ത് ചെയ്തു, ഓൾറെഡി ഞാനൊരു ഡേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡേറ്റ് ഇൻ്റലിജൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ് ടേബിൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യു ക്യാൻ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓൺ ക്രിയേറ്റിംഗ് ഡേറ്റ് ടേബിൾ, തൊട്ട് മുന്നുള്ള വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ദിസ് ഡേറ്റ് ടേബിൾ. ഞാൻ എന്ത് ചെയ്യണം, ഒരു പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യണം. അതായത് അതിനെന്ത് ചെയ്തു, ഒരു പുതിയ കോളം ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് മന്ത് നമ്പർ എന്നുള്ള ഒരു പേര് കൊടുത്തു, മന്ത് നമ്പർ. ഓക്കെ, അതിൻ്റെ ഒരു ഡാക്സ് ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത് എന്നുള്ള ഡാക്സ് ഫോർമുല ഉണ്ട്. അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഡേറ്റ് ടേബിളിനകത്തുള്ള ഡേറ്റ് പാസ് ചെയ്ത് കൊടുത്തു. നമുക്കിപ്പം ഡേറ്റ് മന്ത് നമ്പർ എന്ത് ചെയ്തു, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മന്ത് നെയിം ഈ ആൽഫബറ്റ് ഓർഡറിൽ അല്ലെങ്കിൽ ഒരു ഓർഡർ ചെയ്യാൻ റിസ്ക് ആയിരിക്കും. കാരണം ഇത് നമുക്ക് ആൽഫബറ്റിലാണ് വരുന്നത്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വരുന്നതുകൊണ്ട് ഇത് സോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നത്, സെയിൽസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു മന്ത് നമ്പർ എന്നുള്ള കോളം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ മന്ത് നെയിമിനെ മന്ത് നമ്പറിൻ്റെ ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്യാൻ പറ്റും. കാരണം മന്ത് നമ്പറിനകത്തുള്ള വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ 12 വരെയുള്ള നമ്പറാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഈ ഒരു മന്ത് നെയിമിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് പവർ ബിയിൽ നമുക്ക് സോർട്ട് ബൈ കോളം എന്നുള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, പവർ ബിയിൽ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ മന്ത് നെയിമിനെ മന്ത് നമ്പർ വെച്ച് എന്ത് ചെയ്യാണ്, സോർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ എന്ത് ചെയ്തു, അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ റിഫ്ലക്റ്റ് ആവില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നും കൂടി ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സി ബ്യൂട്ടിഫുൾ റിപ്പോർട്ട് ഈസ് ജനറേറ്റഡ്. ദ ഓർഡർ ഓഫ് എക്സാക്സ് വിൽ ബി ബേസ്ഡ് ഓൺ ഡേറ്റ് മന്ത്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഗ്രാഫ് കറക്റ്റായി വന്നിട്ടുണ്ട്. സോ ദിസ് ടിപ്പ് നിങ്ങളെ പവർ ബി പ്രോജക്റ്റിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാം. നമുക്ക് മന്തുമായി ബന്ധപ്പെട്ടിട്ടോ ക്വാർട്ടറുമായി ബന്ധപ്പെട്ടിട്ടോ ഡേനയുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ യു ക്യാൻ യൂസ് ദിസ് ട്രിക്ക്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്രാക്ടീസ് ദിസ് സ്റ്റെപ്സ് ഇൻ യുവർ പവർ ബി പ്രോജക്റ്റ്. ഹാപ്പി ലേണിംഗ്.